സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓയിലേഴ്സ് ഇക്വേഷൻ ഡിറൈവ് ചെയ്തു. അപ്പോൾ ഓയിലേഴ്സ് ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തത് അതിനേക്കാട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദാറ്റ് ഈസ് ബെർണോളിസ് ഇക്വേഷൻ. ഫ്ലൂയിഡ് മെക്കാനിക്സിൽ നമ്മൾ എപ്പോഴും ഓർത്ത് വെക്കേണ്ട ഒരു ഇക്വേഷനാണ് ബെർണോളിസ് ഇക്വേഷൻ. ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉള്ള ഒരു ഇക്വേഷനാണ്. ആൻഡ് നമ്മളിപ്പോൾ വെലോസിറ്റിയുടെ ഇക്വേഷൻ ഓർത്ത് വെക്കുന്നത് പോലെ അല്ലെങ്കിൽ ആക്സിലറേഷൻ്റെ ഇക്വേഷൻ ഓർത്ത് വെക്കുന്ന പോലെ നമ്മൾ ഓർത്ത് വെക്കേണ്ട ഒരു ഇക്വേഷനാണ് ബെർണോളിസ് ഇക്വേഷൻ. ഓക്കെ, ഇപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓയിലേഴ്സ് ഇക്വേഷൻ ഡിറൈവ് ചെയ്തായിരുന്നു. ഡി പി ബൈ റോ പ്ലസ് ജി ഡി സെഡ് പ്ലസ് വി ഡി വി ഇസ് ഈക്വൽ ടു 0 എന്നായിരുന്നു നമ്മൾ ഓയിലേഴ്സ് ഇക്വേഷൻ. ഈ ഓയിലേഴ്സ് ഇക്വേഷനിൽ നമ്മൾ ബെർണോളിസ് ഇക്വേഷൻ ഉണ്ടാക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഇക്വേഷൻ അങ്ങ് ഇൻ്റഗ്രേറ്റ് ചെയ്യും. ഇൻ്റഗ്രൽ ഡി പി ബൈ റോ പ്ലസ് ഇൻ്റഗ്രൽ ജി ഡി സെഡ് പ്ലസ് ഇൻ്റഗ്രൽ വി ഡി വി ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഞാൻ ഇവിടെ തന്നെ കോൺസ്റ്റൻ്റ് എന്ന് എഴുതുകയാണ്, ഇൻ്റഗ്രൽ 0 എന്ന് എഴുതുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എന്തൊക്കെ കിട്ടും? ഇൻ്റഗ്രൽ ഡി പി ഇസ് പി ബൈ റോ പ്ലസ് ഇൻ്റഗ്രൽ ജി ഡി സെഡ് ഇസ് ജി സെഡ് പ്ലസ് ഇൻ്റഗ്രൽ വി ഡി വി ഇസ് വി സ്ക്വയർ ബൈ 2 ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. ഇനി ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ എല്ലാ ടേമിനെയും ജി കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. സോ പി ബൈ റോ ജി, എല്ലാ ടേമിനെയും ഞാൻ ജി കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. സോ പി ബൈ റോ ജി പ്ലസ് ജി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇവിടെ സെഡ് ഉണ്ടാവും പ്ലസ് വി സ്ക്വയർ ബൈ 2g ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. ഇതാണ് നമ്മുടെ ബെർണോളിസ് ഇക്വേഷൻ. പി ബൈ റോ ജി പ്ലസ് സെഡ് പ്ലസ് വി സ്ക്വയർ ബൈ 2g. അപ്പോൾ ഇതിൽ പി ബൈ റോ ജി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് pressure head or it is the pressure energy in the fluid per unit weight of fluid. Pressure energy of the fluid per unit weight of fluid ആണ് പി ബൈ റോ ജി. അതിനാണ് നമ്മൾ പ്രഷർ ഹെഡ് എന്ന് പറയാം, പ്രഷർ ഹെഡ്. ദെൻ സെഡ് ഈസ് ദി ഡാറ്റം ഹെഡ്. ഈ ഡാറ്റം ഹെഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എപ്പോഴും പൈപ്പ് ഹൊറിസോണ്ടലായിട്ട് പോകണമെന്നില്ല. ചിലപ്പോൾ ഇത് ഇങ്ങനെയൊക്കെ ആയിരിക്കും അല്ലേ പൈപ്പ് പോവാം. അപ്പോൾ നമ്മളൊരു പർട്ടിക്കുലർ റെഫറൻസ് ലൈൻ നമ്മൾ സർവേയിലൊക്കെ കൺസിഡർ ചെയ്യുന്ന പോലെ ഒരു പർട്ടിക്കുലർ തന്നെ എപ്പോഴും നമ്മുടെ പൈപ്പ് പോകണമെന്നില്ല. ഓക്കെ, ഇങ്ങനെ ഇൻക്ലൈൻഡ് ആയിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ പൈപ്പ് ഉണ്ടാവുക. അപ്പോൾ നമ്മളൊരു റെഫറൻസ് ലൈൻ ഹൊറിസോണ്ടലായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. ഒരു ഹൊറിസോണ്ടൽ റെഫറൻസ് ലൈൻ കൺസിഡർ ചെയ്യുക. എന്നിട്ട് ആ ഹൊറിസോണ്ടൽ റെഫറൻസ് ലൈനിൽ നിന്ന് ഈ പൈപ്പിലേക്കുള്ള ഈ വേർട്ടിക്കൽ ഡിസ്റ്റൻസസിനെയാണ് നമ്മൾ ഡാറ്റം ഹെഡ് ഓർ സെഡ് എന്ന് പറയുന്നത്. നമുക്ക് ഏത് പോയിന്റിലാണോ ഈ ബെർണോളിസ് ഇക്വേഷൻ കാണേണ്ടത് ആ പോയിന്റിലേക്ക് നമ്മളൊരു റെഫറൻസ് ലൈനിൽ നിന്ന് എടുക്കുന്ന ഡിസ്റ്റൻസ് ആണ് ഡാറ്റം ഹെഡ് എന്ന് പറയുന്നത്. ദെൻ വി സ്ക്വയർ ബൈ 2g എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോൺ ആസ് വെലോസിറ്റി ഹെഡ്. വെലോസിറ്റി ഹെഡ് എന്ന് പറഞ്ഞാൽ വെലോസിറ്റി കൊണ്ടുണ്ടാകുന്ന എനർജി ഏതാണ്? കൈനറ്റിക് എനർജിയാണ്. അപ്പോൾ ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് കൈനറ്റിക് എനർജി ഓഫ് ഫ്ലൂയിഡ് പെർ യൂണിറ്റ് വെയിറ്റ് ആണ്. കൈനറ്റിക് എനർജി ഓഫ് ദ ഫ്ലൂയിഡ് പെർ യൂണിറ്റ് വെയിറ്റ് ആണ് വി സ്ക്വയർ ബൈ 2g. ആൻഡ് അപ്പോൾ ഇത് നോക്കുക, നിങ്ങൾ ഈ ഇക്വേഷനിൽ ആദ്യത്തെ ടേം പ്രഷർ എനർജിയാണ്. ദെൻ രണ്ടാമത്തെ ടേം ഡാറ്റം ഹെഡാണ്. ഡാറ്റം ഹെഡ് എന്ന് പറഞ്ഞാൽ ഒരു റെഫറൻസ് ലൈനിൽ ഈ പൈപ്പിൻ്റെ പൊസിഷൻ കാണിക്കുന്ന ഹൈറ്റാണ്. അതിന് നമുക്ക് വേണമെങ്കിൽ പൊസിഷൻ കൊണ്ടുണ്ടാകുന്ന എനർജി എന്ന് വേണമെങ്കിൽ അതിന് പറയാം. അപ്പോൾ ഇത് പൊസിഷൻ കൊണ്ടുണ്ടാകുന്ന എനർജി പൊട്ടൻഷ്യൽ എനർജിയാണ്. അപ്പോൾ ഈ സെറ്റിന് നമുക്ക് പൊട്ടൻഷ്യൽ എനർജി ഓഫ് ഫ്ലൂയിഡ് എന്ന് പറയാം. ദെൻ ഈ വി സ്ക്വയർ ബൈ 2g എന്ന് പറഞ്ഞാൽ വെലോസിറ്റി കൊണ്ടുണ്ടാകുന്ന എനർജിയാണ്. വെലോസിറ്റി കൊണ്ടുണ്ടാകുന്ന എനർജി ദാറ്റ് ഈസ് എനർജി ഡ്യൂ ടു മോഷൻ ഈസ് കൈനറ്റിക് എനർജി. അപ്പോൾ ഈ ഒരു എക്സ്പ്രഷനിൽ ബെർണോളിസ് എക്സ്പ്രഷനിൽ ഓരോ ടേമും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഈ ഫ്ലൂയിഡിൻ്റെ ഓരോ ടൈപ്പ് ഓഫ് എനർജിയാണ്. പി ബൈ റോ ജി ഈസ് പ്രഷർ എനർജി, സെഡ് ഇസ് പൊട്ടൻഷ്യൽ എനർജി ആൻഡ് വി സ്ക്വയർ ബൈ 2g ഈസ് കൈനറ്റിക് എനർജി. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു ഫ്ലൂയിഡിൻ്റെ ടോട്ടൽ എനർജിയാണ്. ബട്ട് ഒരു ഫ്ലൂയിഡിൻ്റെ ടോട്ടൽ എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ബെർണോളിസ് ഇക്വേഷൻ. അപ്പോൾ ബെർണോളിസ് ഇക്വേഷൻ യൂസ് ചെയ്താൽ നമുക്ക് ഒരു ഫ്ലൂയിഡിൻ്റെ പ്രഷർ എനർജി പ്ലസ്
പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി കിട്ടും. അപ്പോൾ ടോട്ടൽ എനർജി ഇൻ എ ഫ്ലൂയിഡ് നമ്മൾ കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്ന ഇക്വേഷനാണ് ബെർണോളിസ് ഇക്വേഷൻ എന്ന് ഓർക്കുക. ഇതിൽ v²/2g ഈസ് ഓൾസോ നോൺ ആസ് വെലോസിറ്റി ഹെഡ്. ഇതിൽ ഞാൻ പറയുന്ന ഓരോ പോയിന്റും ഇമ്പോർട്ടൻ്റ് ആണ്. p/ρgനെ നമ്മൾ പ്രഷർ ഹെഡ് എന്ന് പറയും, സെഡിനെ നമ്മൾ ഡാറ്റം ഹെഡ് എന്ന് പറയും. ഞാൻ ഇവിടെ പറഞ്ഞു എന്താണ് ഈ സെഡ് എന്ന്. ദെൻ v²/2gനെ വെലോസിറ്റി ഹെഡ് എന്ന് പറയും. ഈ 3 ടേമിൻ്റെയും സം ആണ് ഒരു ഫ്ലൂയിഡിൻ്റെ ടോട്ടൽ എനർജി. സോ ബെർണോളിസ് ഇക്വേഷൻ ഈസ് യൂസ്ഡ് ഫോർ ഫൈൻഡിങ് ഔട്ട് ദി ടോട്ടൽ എനർജി ഓഫ് എ ഫ്ലൂയിഡ്. ഓക്കെ, പിന്നെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അസംഷൻസ് ഇൻ ഡിറൈവിങ് ബെർണോളിസ് ഇക്വേഷൻ. ഇത് അസംഷൻ ആയിട്ട് മാത്രം ചോദിക്കാറുണ്ട്. വാട്ട് ആർ ദ വേരിയസ് അസംഷൻസ് മെയ്ഡ് ഇൻ ദ ഡെറിവേഷൻ ഓഫ് ബെർണോളിസ് ഇക്വേഷൻ. നമ്മളിവിടെ പറയുന്നത് ബെർണോളിസ് ഇക്വേഷൻ ഇസ് ഡിറൈവ്ഡ് ഫോർ ഐഡിയൽ ഫ്ലൂയിഡ്, that is the fluid is ideal, fluid is steady, fluid is incompressible and flow is irrotational. ഇങ്ങനെയാണ് 4 അസംഷൻസ് മെയ്ഡ് ഇൻ ദി ബെർണോളിസ് ഇക്വേഷൻ. ഇത് അസംഷൻ ആയിട്ട് മാത്രം ചോദിക്കാറുണ്ട്. വാട്ട് ഈസ് ബെർണോളിസ് ഇക്വേഷൻ, വാട്ട് ആർ ദി അസംഷൻസ് മെയ്ഡ് ഇൻ ദ ഡെറിവേഷൻ ഓഫ് ബെർണോളിസ് ഇക്വേഷൻ ഒക്കെ മുന്നേ യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇത് വെച്ചിട്ട് എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യുന്നത് നോക്കാം. അതിൻ്റെ മുന്നേ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുക. ബെർണോളിസ് ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. അത് യൂസ് ചെയ്യുന്നത് നമ്മൾ ടോട്ടൽ എനർജി ഇൻ എ ഫ്ലൂയിഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഓർത്ത് വെക്കുക. അതിൽ ഓരോ ടേമിൻ്റെയും പേര് ഓർത്ത് വെക്കുക. ഇതൊക്കെ നമുക്ക് ഫ്ലൂയിഡ് മെക്കാനിക്സിൽ യൂസ് ചെയ്യാനുണ്ടാവും. ഇതിൻ്റെയൊക്കെ പേര് നമുക്ക് ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ പ്രഷർ ഹെഡ് മാത്രം കണ്ടുപിടിക്കാനുണ്ടാവും. അപ്പോൾ p/ρg ആണ് ഈ പ്രഷർ ഹെഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓർക്കണം. ചില സ്ഥലങ്ങളിൽ നമുക്ക് വെലോസിറ്റി ഹെഡ് മാത്രം കണ്ടുപിടിക്കാനൊക്കെ ഉണ്ടാവും നമ്മൾ വേറെ ടോപ്പിക്ക് പഠിക്കുമ്പോൾ. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ആ വെലോസിറ്റി ഹെഡ് എന്താണെന്ന് പഠിക്കുന്നത്. വെലോസിറ്റി ഹെഡ് എന്ന് പറഞ്ഞാൽ ഒരു പൈപ്പിൽ ഫ്ലൂയിഡിൻ്റെ വെലോസിറ്റി v ആണെങ്കിൽ വെലോസിറ്റി ഹെഡ് ഇസ് v²/2g. അപ്പോൾ ഇതിൽ നമ്മൾ പഠിക്കുന്ന ഓരോ ടേമും ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും ഓർത്ത് വെക്കേണ്ട ഒരു ടേമാണ്. അപ്പോൾ ഇത് വെച്ച് നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. അതിൻ്റെ മുന്നേ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട് ഫ്ലൂയിഡ് ഐഡിയൽ ആണെന്നുള്ളൊരു അസംഷൻ നമ്മൾ നടത്തിയിട്ടുണ്ട് ഇല്ലേ ബെർണോളിസ് ഇക്വേഷനിൽ. അപ്പോൾ ഐഡിയൽ എന്ന് പറഞ്ഞാൽ എന്താ, ഐഡിയൽ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ വിസ്കോസിറ്റി 0 ആണ്. അപ്പോൾ അതായത് ആ ഫ്ലോയ്ക്ക് ഒരു റെസിസ്റ്റൻസും ഇല്ല. ഫ്ലോ വിതൗട്ട് എനി റെസിസ്റ്റൻസ് ആണ് ആ ഫ്ലോ നടക്കുന്നത്. പക്ഷെ അതൊരു പ്രാക്ടിക്കൽ കേസേ അല്ല. ഒരിക്കലും ഒരു ഐഡിയൽ ഫ്ലൂയിഡ് ഫ്ലോ എന്ന് പറയുന്ന ഒരു കേസ് നമുക്ക് ഉണ്ടാവില്ല. എപ്പോഴും നമുക്ക് ഉണ്ടാവും നമ്മൾ ആക്ച്വലി നമ്മൾ എൻകൗണ്ടർ ചെയ്യുന്ന ഫ്ലോ ഒക്കെ റിയൽ ഫ്ലോ ആണ് അല്ലേ. റിയൽ ഫ്ലോയിൽ എന്തുണ്ടാവും, ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് ഡ്യൂ ടു വിസ്കോസിറ്റി ഒക്കെ ഉണ്ടാവും അല്ലേ, ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് ഉണ്ടാവും. അപ്പോൾ ഫോർ എ റിയൽ ഫ്ലൂയിഡ് നമുക്ക് ഈ ബെർണോളിസ് ഇക്വേഷൻ മാറ്റി എഴുതാം p/ρg. അതിൻ്റെ മുന്നേ ഒരു കാര്യം പറയാനുണ്ട്. അതായത് ഈ ബെർണോളിസ് ഇക്വേഷൻ നമ്മൾ ഇക്വേഷൻ p/ρg പ്ലസ് z പ്ലസ് v²/2g ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റൻ്റ് എന്നാണ് ഇല്ലേ. അപ്പോൾ നമുക്ക് ഒരു പൈപ്പ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. ഈ പൈപ്പിൻ്റെ ഈ ഭാഗത്തുള്ള ഹൈറ്റ് z1 ആണ്, ഈ ഭാഗത്ത് ഈ റെഫറൻസ് ലൈനിൽ നിന്നുള്ള ഹൈറ്റ് z2 ആണ്. ഇവിടെയുള്ള വെലോസിറ്റി v1 ആണ്, ഇവിടെയുള്ള വെലോസിറ്റി v2 ആണ്. ദെൻ ഇവിടെയുള്ള പ്രഷർ p1 ആണ്, ഇവിടെയുള്ള പ്രഷർ p2 ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ എനിക്ക് ബെർണോളിസ് ഇക്വേഷൻ മാറ്റി എഴുതാൻ പറ്റും. ഇവിടെയുള്ള ബെർണോളിസ് ഇക്വേഷൻ എന്താ, p1/ρg പ്ലസ് v1²/2g പ്ലസ് z1 ഇല്ലേ. അതെന്തിന് ഈക്വലാണ്, ഇറ്റ് ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. ആൻഡ് ഇവിടെയുള്ള ഇക്വേഷൻ എന്താ വരിക, ബെർണോളിസ് ഇക്വേഷൻ p2/ρg പ്ലസ് v2²/2g പ്ലസ് z2 ഇല്ലേ. z ഇങ്ങനെ എഴുതാം നമുക്ക്, ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. അപ്പോൾ രണ്ടും ഒരു കോൺസ്റ്റൻറ്റിന് ഈക്വലാണ്. അപ്പോൾ ഇതിനും രണ്ടിനും വേണ്ടി നമുക്ക് ഈക്വൽ എന്ന് എഴുതാം. അതായത് ഒരു പൈപ്പിൻ്റെ 2 സെക്ഷൻ എടുക്കുകയാണെങ്കിൽ ആ 2 സെക്ഷനിലുള്ള ടോട്ടൽ എനർജി സെയിം ആയിരിക്കും. p1/ρg പ്ലസ് v1²/2g പ്ലസ് z1 ഇസ് ഈക്വൽ ടു, രണ്ടും ഒരു കോൺസ്റ്റൻറ്റിന് ഈക്വൽ ആയതുകൊണ്ട് രണ്ട് ഇക്വേഷൻ നമുക്ക് ഈക്വൽ എന്ന് എഴുതാം. p2/ρg പ്ലസ് v2²/2g പ്ലസ് z2. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ കൺസിഡർ ചെയ്ത ഫസ്റ്റ് സെക്ഷൻ, ആദ്യത്തെ സെക്ഷനെ വേണമെങ്കിൽ നമുക്ക് 1 എന്ന് വിളിക്കാം, രണ്ടാമത്തെ സെക്ഷൻ നമുക്ക് 2 എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ന് പറഞ്ഞാൽ സെക്ഷൻ 1ലുള്ള ടോട്ടൽ എനർജിയാണ്, റൈറ്റ് ഹാൻഡ് സൈഡ് എന്ന് പറഞ്ഞാൽ സെക്ഷൻ 2ലുള്ള ടോട്ടൽ എനർജിയാണ്. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സെക്ഷനിലുള്ള ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സെക്ഷനിലുള്ള ടോട്ടൽ എനർജി. അതായത്
ഒരു പൈപ്പിലൂടെ ഫ്ലോ നടക്കുകയാണെങ്കിൽ അതിൻ്റെ എല്ലാ സെക്ഷനിലുള്ള എനർജി കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ ഇറ്റ് ഒബേസ് ദി കൺസർവേഷൻ ഓഫ് എനർജി, ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി അല്ലേ. അപ്പോൾ ബെർണോളിസ് ഇക്വേഷൻ ഈസ് ഇൻ അക്കോർഡൻസ് വിത്ത് ദി ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. അപ്പോൾ ഈ P/ρg പ്ലസ് V²/2g പ്ലസ് Z1 ഈക്വൽ ടു എ കോൺസ്റ്റൻ്റ് എന്ന് പറയുന്ന ഇക്വേഷനെക്കാട്ടും നിങ്ങൾക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ യൂസ്ഫുൾ ആവുക ഈ ഇക്വേഷനാണ്. ഒരു പൈപ്പിൻ്റെ 2 സെക്ഷൻ എടുക്കുകയാണെങ്കിൽ P1/ρg പ്ലസ് V1²/2g പ്ലസ് Z1 വിൽ ബി ഈക്വൽ ടു P2/ρg പ്ലസ് V2²/2g പ്ലസ് Z2. അത് ഓർത്ത് വെക്കുക. നമ്മൾ പറഞ്ഞു വന്ന കാര്യം, നമ്മൾ ഇവിടെ അസംഷൻ എടുത്തു ദ ഫ്ലോ ഈസ് ഐഡിയൽ എന്ന്. അപ്പോൾ എപ്പോഴും നമ്മൾ ആ ഫ്ലോ ഐഡിയൽ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് മാത്രമാണ്. നമ്മൾ ആ ഫ്ലോ എപ്പോഴും എന്താണ്, റിയൽ ഫ്ലോ ആയിരിക്കും. സം സോർട്ട് ഓഫ് വിസ്കോസിറ്റി ഓർ സം സോർട്ട് ഓഫ് റെസിസ്റ്റൻസ് വിൽ ബി ദർ ഫ്ലൂയിഡിന് അല്ലേ. അപ്പോൾ ഒരു ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് ഉണ്ടാവും. അപ്പോൾ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് ഉണ്ടാകുമ്പോൾ അവിടെ ഒരു എനർജി ലോസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഒരു റിയൽ ഫ്ലൂയിഡിൻ്റെ ബെർണോളിസ് ഇക്വേഷൻ എഴുതുമ്പോൾ ആ ഫ്രിക്ഷണൽ ലോസും കൂടെ കൺസിഡർ ചെയ്യണം. അപ്പം അതെങ്ങനെ എഴുതുകയെന്ന് വെച്ചാൽ, ഈ ഒരു പൈപ്പാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഈ ഒരു ഭാഗത്തുള്ള എനർജി സെക്ഷൻ 1ലുള്ള എനർജീനെക്കാട്ടും കുറവായിരിക്കും സെക്ഷൻ 2ലുള്ള എനർജി. കാരണം ഇവിടെയുള്ള ഫ്രിക്ഷൻ കാരണം കുറച്ച് എനർജി ലോസ് ആയിട്ടുണ്ടാവും. അപ്പോൾ സെക്ഷൻ 1ലുള്ള എനർജീനെക്കാട്ടും കുറച്ച് കുറവായിരിക്കും സെക്ഷൻ 2ലുള്ള എനർജി ഫോർ റിയൽ ഫ്ലൂയിഡ്. ഈ ഒരു കണ്ടീഷൻ നമുക്ക് ഐഡിയൽ ഫ്ലൂയിഡിന് മാത്രമേ പറയാൻ പറ്റൂ. 2 സെക്ഷനിലും ഈക്വൽ ആണ് എനർജി എന്ന്. ഫോർ റിയൽ ഫ്ലൂയിഡ് ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് കാരണം സം എനർജി ലോസ് ആവും. അപ്പം നമ്മൾ റിയൽ ഫ്ലൂയിഡിന് ഈ ഇക്വേഷൻ എങ്ങനെ മാറ്റി എഴുതും? P1/ρg പ്ലസ് V1²/2g പ്ലസ് Z1 is equal to P2/ρg പ്ലസ് V2²/2g പ്ലസ് Z2 പ്ലസ് ഒരു ഫ്രിക്ഷണൽ റെസിസ്റ്റൻസും കൂടി ഉണ്ടാവും. ഇവിടെ ഉണ്ടാകുന്ന എനർജീനെക്കാട്ടും കുറച്ചുകൂടെ കുറവായിരിക്കും ഇവിടെ ഉണ്ടാകുന്ന എനർജി. ആ കുറവ് എന്ന് പറഞ്ഞാൽ ഡ്യൂ ടു ഈ ഫ്രിക്ഷണൽ ലോസ് ആയിരിക്കും. അപ്പോൾ ഫോർ എ റിയൽ ഫ്ലൂയിഡ് ഇതായിരിക്കും ബെർണോളിസ് ഇക്വേഷൻ. ഓർത്ത് വെക്കുക. നമുക്കൊരു പ്രോബ്ലം കൂടെ ചെയ്യാം.